ആചാര്യ TV ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പാലാഴി മദനമാണ്. പാലാഴി മദനം നമ്മൾ തന്നെയാണ്, നമ്മുടെ മനസ്സിനെയാണ് പറയുന്നത്. പുറമേ ഒരു പാലാഴി മദനം നടത്തിയിട്ട് അമൃത് കിട്ടിയിട്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഇത് നമ്മളെ പഠിപ്പിക്കാൻ ഋഷീശ്വരന്മാർ ഇത് മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നു. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കൂ, ഈ നമ്മുടെ മനസ്സിനെ നോക്കൂ. ഈ രാഗദ്വേഷങ്ങളായിട്ടുള്ള ചിന്തകൾ വന്ന് നിറഞ്ഞ് നമുക്ക് വല്ല സ്വസ്ഥതയുണ്ടോ? ഇതിനെ നമ്മൾ കടഞ്ഞ് പുറത്താക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് തന്നെ അവനവൻ്റെ മനസ്സിൽ നിന്ന് തന്നെ അമൃത് കിട്ടും. അമൃതം എന്ന് പറഞ്ഞാൽ മൃതമല്ലാത്തത്, മരിക്കാത്തത്, നാശമില്ലാത്തത്. ആ അവസ്ഥയിൽ ഒരു ജീവനെ ഉയർത്തുന്ന പ്രക്രിയയാണ് പാലാഴി മദനം എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ നോക്കി നോക്കാം, മന്ദരപർവ്വതം. മന്ദരപർവ്വതം എന്ന് പറഞ്ഞാൽ ഫേം, നല്ല ഉറപ്പ് വേണം, വലുതും ആവണം. കാരണം നമ്മുടെ ലക്ഷ്യം ഉറപ്പുള്ളതായിരിക്കണം. പിന്നെ വാസുകി എന്ന സർപ്പം കൊണ്ടാണ് കടയുന്നത്. അപ്പോൾ കടക്കോല് നമുക്ക് മനസ്സിലായി, മന്ദര കയറ് വാസുകി. എന്താ ഈ വാസുകി എന്ന് പാമ്പാക്കിയത്? എന്തുകൊണ്ട് അവിടെ കയറ് വെച്ചില്ല? സർപ്പങ്ങളെല്ലാം നമ്മുടെ കുണ്ടലിനി ശക്തിയെ സൂചിപ്പിക്കുന്നതാണ്. എന്താണ് കുണ്ടലിനി ശക്തി? എനിക്ക് ഈശ്വരനെ ദർശിക്കണം, ഈശ്വരാനുഭൂതി കിട്ടണം എന്നുള്ള വിചാരത്തെ സൂചിപ്പിക്കുന്നതാണ് കുണ്ടലിനി ശക്തി. അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മുടെ ദേവന്മാരുടെ ഒക്കെ കഴുത്തിൽ സർപ്പം. ഇപ്പോൾ ശിവന്റെ കഴുത്തിൽ സർപ്പം, അതേമാതിരി മഹാവിഷ്ണു കിടക്കുന്ന സർപ്പത്തിലാണ്. ഇത് സൂചിപ്പിക്കുന്നത് അവർ ഈശ്വരാനുഭൂതിച്ച് അവർ ഈശ്വരൻ തന്നെയാണ് എന്ന് കാണിക്കുന്നതാണ്. അപ്പം ഇവിടെ വാസുകിയാണ് കയറായിട്ട് എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരാനുഭൂതിയിലേക്ക് എത്തണം. അതിനാണ് പാമ്പിനെ വെച്ചിരിക്കുന്നത്. പാമ്പിനെ സൂചിപ്പിക്കുന്ന, സർപ്പത്തെ സൂചിപ്പിക്കുന്ന നമ്മുടെ കുണ്ടലിനി ശക്തിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ കടച്ചില് കുണ്ടലിനി ശക്തി ഉണർന്നു കഴിഞ്ഞാൽ നമ്മളത് കടഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ മനസ്സിൽ തന്നെയാണ് അസുരനും ദേവനും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഈ രാവണനൊക്കെ ഉണ്ട്, പുറമേ ഒന്നും പോണ്ട. അപ്പം ഈ കടഞ്ഞിട്ട് എന്തു വേണം? ഈ ഏറ്റുമുട്ടലാണ് നല്ല ചിന്തയും ചീത്ത ചിന്തയും. അങ്ങനെ ഏറ്റുമുട്ടി രണ്ടും ഒപ്പം വേണം. നമുക്കൊരു ചീത്ത ചിന്ത കൊണ്ട് പുറന്തള്ളി നല്ല ചിന്തയായിട്ട് ജീവിക്കാൻ പറ്റില്ല. രണ്ടും കലർന്നിട്ട് തന്നെയാണ്. ഈ ചിന്തയിലൂടെ കടഞ്ഞ് തടങ്ങുമ്പോൾ പല വസ്തുക്കളും അതിൽ നിന്ന് പൊന്തി വരുന്നു. നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെയാണ് പൊന്തി വരുന്നത്. ഈ പൊന്തി വരുന്ന സാധനങ്ങൾ എടുക്കാൻ പലരും ഉണ്ട്. വളരെ അമൂല്യമായ വസ്തുക്കൾ പൊന്തി വരുന്നു. അതൊക്കെ പലരും സ്വീകരിച്ചു, പല ദേവന്മാരും സ്വീകരിച്ചു. നമ്മുടെ ധ്യാനാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഈ ധ്യാനാവസ്ഥയിൽ പോകുമ്പോൾ നമുക്ക് വളരെയധികം ലക്ഷ്മി ദേവിയുമായുള്ള പല പ്രതാപങ്ങളും അല്ലെങ്കിൽ വളരെ സമ്പത്തും ഒക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതിലൊന്നും കുടുങ്ങാതെ ഈ കടച്ചിൽ തുടർന്നു കൊണ്ടേയിരിക്കണം. ഒടുവിൽ നമ്മുടെ മനസ്സിനെ സൂചിപ്പിക്കുന്നതാണ് എല്ലാം കൂടി നമുക്ക് ഒരു പ്രത്യേക ഒരു അവസ്ഥയിൽ എത്തിച്ചേരും. കാരണം നമുക്ക് ഈ ലൗകിക ജീവിതം മടുക്കും ചെയ്തു, ഈശ്വരനിൽ എത്തിയില്ല, ആകെ എന്ത് ചെയ്യണം എന്നറിയാത്തൊരു അവസ്ഥയിലുണ്ട് ധ്യാനാവസ്ഥയിൽ. ഇത് എന്താണ് വേണ്ടതെന്നുള്ള ഒരു പ്രത്യേക രീതിയിൽ പോവും. ഒരു വട്ട് പിടിച്ച മാതിരി ആയിരിക്കും. ഒരാൾ ഈശ്വരനിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ധ്യാനാവസ്ഥയിൽ പോകുമ്പോൾ അവൻ്റെ മനസ്സ് ചൂട് പിടിച്ച് അവൻ എന്താ ചെയ്യാൻ അറിയാതെ നട്ടം തിരിയും. ഇതാണ് പുറമേക്ക് ഇനി എന്താണ് ഞാൻ വേണ്ടതെന്നറിയാതെ അവൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് ആ കാളകൂട വിഷം. ഈ കാളകൂട വിഷം അവനെന്നെ ദേഷ്യം ഒന്ന് ലോകത്തെ തന്നെ ചുട്ടരിച്ചാലോ എന്ന് ചിന്തിക്കുകയാണ്. കാരണം ഇവിടെ അവനൊരു സംതൃപ്തി കിട്ടിയില്ല, അവിടെയും കിട്ടിയില്ല. ഈ ഒരു അവസ്ഥയിൽ ഉണ്ടാകുന്ന കാര്യമാണ് ഈ കാളകൂട വിഷം പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ഒരു മനസ്സുള്ളവൻ ചിലപ്പോൾ ഈ ലോകത്തെ ചുട്ടരിക്കും. അവിടെ രക്ഷിക്കാൻ ഈശ്വരനേ ഉള്ളൂ. അപ്പോൾ അതാണ് പരമശിവൻ വന്നിട്ട് അത് പുറത്തേക്ക് വന്ന ഉടനെ പരമശിവൻ എന്നിട്ട് ഈശ്വരന് മാത്രമേ അത് ഏറ്റെടുക്കാൻ പറ്റൂ. ഈശ്വരൻ അത് ഏറ്റെടുത്തു. എന്നിട്ട് പരമശിവൻ അത് ഭക്ഷിച്ചു. ഉടനെ പാർവതി ദേവി ഒന്ന് കണ്ടത്തിൽ പിടിച്ചു. കാരണം അത് അകത്തേക്ക് പോയാൽ അപകടമാണ്, പുറത്തേക്ക് പോയാൽ അപകടമാണ്. അപ്പൊ ഈ ദുശ്ചിന്തകൾ പുറത്ത് വന്ന അപകടം, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് അകത്ത് കടന്നാലോ നമുക്ക് ഒരു സ്വൈര്യം ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ സൂചിപ്പിക്കുന്നതാണ്. ഒരു ദുശ്ചിന്ത വെച്ചിട്ട്, ദുർവിചാരം വെച്ചിട്ട് നമ്മൾ ഇരുന്ന് നോക്കൂ, നമുക്കൊരു സ്വൈര്യം കിട്ടില്ല. അകത്തും സ്വൈര്യമില്ല, പുറത്തും സ്വൈര്യമില്ല. ഈ ദുശ്ചിന്തകൾ വന്നു, ഒരാളെ നമ്മളെ ഉപദ്രവിക്കണം അല്ലെങ്കിൽ ഒരാളെ തീർക്കണം, അങ്ങനെ തന്നെ കരുതുക. അതിന് ചാടി പുറപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അവനവൻ്റെ ജീവിതം പോയി, എല്ലാം പോയില്ലേ? ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്ന കാളകൂടവിഷം. അപ്പം ഇങ്ങനെ ഒരു മനസ്സിനെ രക്ഷിക്കാൻ ആർക്ക് കഴിയും? ഈശ്വരന്, പരമേശ്വരൻ. നിങ്ങൾ അതിനെപ്പറ്റി
ഇങ്ങനെ മദനം നടത്തിയിരുന്ന ഇത് വിഷം, ആ ചിന്തകൾ, ഇതോടെ വിഷം എന്ന് പറഞ്ഞ ചിന്തകൾ, ആ തോട്ട് സ്വീകരിക്കുകയാണ്. അങ്ങനെ ഈശ്വരന് മാത്രമേ നമ്മുടെ മനസ്സ് ശുചിയാക്കാൻ പറ്റൂ. അങ്ങനെ ഈശ്വരൻ നമുക്ക് മനസ്സ് ശുചിയാക്കി തന്നു. ലാസ്റ്റ് സ്റ്റെപ്പും കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ മനസ്സിലൊന്നുമില്ല. വളരെ സുന്ദരമായ മനസ്സ്, ശൂന്യമായ മനസ്സ്. എല്ലാ യോഗങ്ങളിലും പറയുന്നുണ്ട് മനസ്സ് നിശ്ചലമാവുന്നത് തന്നെയാണ് ഈശ്വരാനുഭൂതി കിട്ടുന്ന അവസ്ഥ. അവിടെ എത്തിയപ്പോൾ നമ്മുടെ മനസ്സ് നിശ്ചലമായി. മനസ്സിൽ യാതൊരുവിധ ചിന്തകളുമില്ല, ദുശ്ചിന്തകളുമില്ല, സത്യന്തകളുമില്ല. പിന്നെ എന്താ ഉള്ളത്? മനസ്സിൽ ഈശ്വരാനുഭൂതി, ഈശ്വര ദർശനം. ആ ഈശ്വരാനുഭൂതി, ഈശ്വര ദർശനം കിട്ടിയാൽ അവസ്ഥ എന്താ? നമ്മ അമൃത് കിട്ടുന്നു. അമൃത് എന്ന് പറഞ്ഞാൽ മൃതമല്ലാത്തത്. ആ അവസ്ഥയിലെത്തുമ്പോൾ പിന്നെ നമുക്ക് മനസ്സിലാവുകയാണ് നമുക്ക് മരണമില്ലാത്ത സ്വരൂപമാണ് നമ്മൾ. അതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ അമൃത്. പക്ഷെ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എളുപ്പമൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. എത്രയോ കാലത്തെ യോഗാനുഷ്ഠാനങ്ങളും ധ്യാനങ്ങളിലൂടെ ഒക്കെ പോയാൽ തന്നെ ഇത് കിട്ടും. അത്രയൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു മനുഷ്യന്, ഒരു ജീവന് ഇത് ബുദ്ധിയിലെങ്കിലും ഉറപ്പിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ പാലാഴി കടഞ്ഞ് ലാസ്റ്റിൽ അമൃത് കിട്ടി എന്ന് പറഞ്ഞ സ്വന്തം മനസ്സിനെ കടഞ്ഞ ആ ചിന്തകളൊക്കെ മാറ്റി അവിടെ ഈശ്വരാനുഭൂതി വരും. ഈശ്വരാനുഭൂതി വന്നു കഴിഞ്ഞാൽ ഒരുവൻ അനുഭവിക്കുന്ന പരമപവിത്രമായ അവസ്ഥയാണ് അമൃതത്വം. അവന് പിന്നെ മരണമില്ല എന്ന് അവൻ അറിയാണ്. ഇത് ഓരോ ജീവനും അനുഭവിക്കാം. ഇതാണ് ഭാരതത്തിന്റെ സംസ്കൃതി. ഈ ഒരു സംസ്കൃതി ഭാരതത്തിനേ ഉള്ളൂ. ഭാരതം എന്ന് പറയാൻ തന്നെ കാരണം ഭഗവാനിൽ രതിയുള്ളവർ, അവ എവിടെ വസിക്കുന്നുവോ ആ പ്രദേശത്തെ ഭാരതം എന്ന് പറയും. വേറെ ഒന്നുകൂടി പറയുന്നുണ്ട്, ഭരതൻ ഭരിച്ചതുകൊണ്ട് ഭാരതം എന്ന്. രണ്ടും ആവാം, പക്ഷെ കൂടുതൽ യോജിക്കുന്നത് ഇതാണ്. അപ്പോൾ ഓരോ മനുഷ്യനും പിന്നെ മോഹിനി വന്ന് അതെടുത്തു, മറ്റേ ഇവർ കൊളംബിയ, അങ്ങനെ കഥകൾ പോകുന്നു. അതവിടെ നിൽക്കട്ടെ, അത് പിന്നീട് ഒരിക്കൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഓരോ മനുഷ്യനും അവനവൻ്റെ ഉള്ളിൽ ഇത് കടയണം. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇന്ന് ഈ കിട്ടിയ ജീവിതം ഈ ലൗകിക വസ്തുക്കളുടെ കൂടെ 10, 80, 90 വയസ്സ് വരെ എത്ര വെച്ചാൽ അതുവരെ ഇതിൻ്റെ പുറകെ ഓടി തളർന്ന് ഒടുവിൽ കൂരിരുട്ടിൽ പതിക്കുന്നു. നേടേണ്ടത് നേടാതെ. എന്താണ് നേടേണ്ടത്? നിങ്ങൾ ഈ 5 അടിയോ 6 അടിയോ ആയുള്ള ശരീര മനോബുദ്ധികളല്ല. യു ആർ ദി എറ്റേണൽ ബീയിങ്, അമൃതസ്യ പുത്ര എന്നാണ് വേദങ്ങൾ ഉദ്ഘോഷിച്ചിരിക്കുന്നത്. അവിടേക്ക് നമ്മളെ എത്തിക്കുന്നതാണ് പാലാഴി മദനം, അതിൻ്റെ തത്വം. ഈ എപ്പിസോഡ് ഇവിടെ കഴിയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം.